ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മൾ ഇന്ന് പ്രധാനമന്ത്രി ഉജ്ജൽ യോജന 2.0യെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടത്തിവരുന്ന ഒരു പദ്ധതിയാണ് ഉജ്ജൽ യോജന 2.0 എന്ന് പറയുന്നത്. ഇതൊരു ക്ഷേമ പദ്ധതി എന്ന നിലയിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി നടത്തിവരുന്നത്. സാധാരണ ജനങ്ങളായ എല്ലാവരുടെയും വീട്ടിലേക്ക് ഗ്യാസ് കണക്ഷൻ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതിലൂടെ കാർബൺ ഉപയോഗം മാക്സിമം കുറയ്ക്കുകയും പ്രകൃതി മലിനീകരണം കുറയ്ക്കുകയും ആണ് പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിക്കായി നിങ്ങൾക്ക് നേരിട്ട് പോർട്ടലിലൂടെയും അല്ലെങ്കിൽ CSC അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 2016 ആരംഭിച്ച ഈ പദ്ധതി നിലവിലും നടന്നു വരികയാണ്. ഗ്യാസ് കണക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുരുഷനാണെങ്കിൽ അവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. വീട്ടിലെ റേഷൻ കാർഡ് ഗൃഹനാഥയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഗൃഹനാഥ തീർച്ചയായും 18 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. ഈ യോഗ്യതയുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉജ്ജൽ യോജനയിൽ അപേക്ഷിക്കുന്ന ഒരു സ്ത്രീ തീർച്ചയായിട്ടും BPL കാർഡ് ഉടമയായിരിക്കണം. അതുപോലെ SC/ST വിഭാഗക്കാർക്ക് മുൻഗണനയുണ്ട്. അതേപോലെ താഴെത്തട്ടിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും ഈ ഉജ്ജൽ യോജനയിൽ ഭാഗമായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് അധികം ഡീറ്റെയിൽസ് ഒന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇതിൽ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ കൊണ്ടുപോകുന്ന റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയെല്ലാം ആധാറുമായി ലിങ്ക്ഡ് ആണെന്ന് കൺഫേം ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവ തമ്മിൽ ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിജക്ഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ആധാർ കാർഡുമായിട്ട് ബാങ്ക് അക്കൗണ്ടും റേഷൻ കാർഡും പാൻ കാർഡും എല്ലാം ലിങ്ക്ഡ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ CSC സെന്ററുകളിലോ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉജ്ജൽ യോജനയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നേരിട്ട് ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഉജ്ജൽ യോജന വഴിയുള്ള ഫ്രീ കണക്ഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേരിലോ ഇല്ലെങ്കിൽ റേഷൻ കാർഡിലോ ഒരു കണക്ഷൻ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. കാരണം വീട്ടിൽ ഗ്യാസ് ഇല്ലാത്തവരെ ഗ്യാസ് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആയതിനാൽ തന്നെ ഗ്യാസ് ഇല്ലാത്തവർക്ക് ഗ്യാസ് കൊടുക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളുടെ പേരിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ഞാൻ എന്തായാലും ഇനി ഓൺലൈൻ വഴി നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഉജ്ജൽ യോജനയുടെ പ്രധാനമന്ത്രിയുടെ സൈറ്റ് ആണ്. നമുക്ക് ഈ പ്രധാനമന്ത്രിയുടെ സൈറ്റിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, പുതിയ ഉജ്ജൽ 2.0 കണക്ഷന് അപേക്ഷിക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇന്ത്യൻ ആണോ, ഭാരത് ആണോ, HP ആണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. നമുക്ക് എന്തിനാണ് ഈ 3 ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്ഥലങ്ങളിലും ഭാരത്, ഇന്ത്യൻ എല്ലാ ഗ്യാസുകളും അവൈലബിൾ ആണ്. പക്ഷെ ചില ഉൾ ഏരിയകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയെല്ലാം 3 കണക്ഷനും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. സോ നമ്മൾ ഇതിൽ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു കൺഫർമേഷൻ വേണം, നമ്മുടെ സ്ഥലത്തിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഗ്യാസ് ഏജൻസി ഏതാണെന്ന്. ഇന്ത്യൻ ആണോ, ഭാരത് ആണോ, HP ആണോ എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കത് അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ അവരോട് പറയാം, എനിക്ക് ഇന്ത്യന്റെ ഗ്യാസ് മതി, ഇല്ലെങ്കിൽ ഭാരതിന്റെ ഗ്യാസ് മതി, അല്ലെങ്കിൽ HP ഗ്യാസ് മതി എന്ന്. സോ ഇതിൽ 3 ഓപ്ഷനിൽ നിങ്ങൾ ഇപ്പൊ ഏത് ഓപ്ഷൻ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ജസ്റ്റ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് തുടരുക എന്ന് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു OTP വരും. ആ OTP നിങ്ങൾ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോമാണ്. നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് അതിൽ എൻ്റർ ചെയ്യേണ്ടത്. എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തരുന്ന മോസ്റ്റ് ഓഫ് ദ സബ്സിഡികളും നിങ്ങൾക്ക് ലഭിക്കുക ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും. സോ ബാങ്ക് അക്കൗണ്ട് വ്യക്തമായി ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി നേരിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും അതിൽ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്തരത്തിൽ ഈ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉജ്ജൽ യോജനയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കപ്പെടുന്നതാണ്. നമ്മുടെ ഏജൻസിയിൽ നിന്ന് ഇത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് പോയിട്ട് നിങ്ങളുടെ ഗ്യാസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവരെ പിന്നെ അടുത്ത വട്ടം നമുക്ക് ഗ്യാസ് വരുമ്പോൾ ബുക്കും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് ബുക്ക് ചെയ്ത് വീണ്ടും ഗ്യാസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. രണ്ടാമതൊരു കുറ്റി ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പേയ്മെന്റ് കൊടുത്ത് തന്നെ കളക്ട് ചെയ്യേണ്ടി വരും.
ഒരു കുറ്റി എന്തായാലും നമ്മുടെ ഈ ഉജ്ജൽ യോജന 2.0 പ്രകാരം ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഗ്യാസ് കണക്ഷൻ ആവശ്യമുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും തീർച്ചയായിട്ടും ഈ പദ്ധതിയിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കും അപേക്ഷിക്കാം. അപേക്ഷിച്ച് തീർച്ചയായിട്ടും ഈ പദ്ധതി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.